ഹലോ സാറേ. ഓ സാറ് പറഞ്ഞ കാര്യം റെഡി ആയിട്ടുണ്ട്. ഞാൻ വീട്ടിലാണ് സാറേ. ആ ഓ സാർ വൈകുന്നേരം വരാം. ശരി ശരി. ഓ അയ്യോ എന്ത് ഉറങ്ങിപ്പോയാ? എന്ത് താമസിച്ചത്? ക്ഷീണോ? അത് ഉറങ്ങിയപ്പോ വൈകി എന്നൊന്ന് ഓവർ ടൈം വല്ലതും ഉണ്ടായിരുന്ന? പഠിക്കാനൊക്കെ കൊറേ ഉണ്ടച്ചാ. അത് ആലോചിക്കുമ്പോഴാണ് ടെൻഷൻ. അയ്യോ കട്ടൻ ചായ. ആഹാ ഉറക്കണീറ്റാ? എന്തേ വൈകിയേ? എണീറ്റിട്ട് വന്നിരിക്കാണോ? പോയി ഫ്രഷ് ആവോ, പല്ലേച്ചി ചെല്ല്. കൊച്ചിനെ ഭയങ്കര ടെൻഷൻ, നീ ശല്യപ്പെടുത്തല്ലേ. എന്താണ്? ഇന്നലെ അത് രാത്രി കിടക്കാൻ തന്നെ വൈകി. അത് പഠിക്കാനുള്ള കാര്യം ഓർത്ത് ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അത് പ്രശ്നമായിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവളുടെ പഠിത്തത്തിന്റെ കാര്യം ആലോചിക്കുമ്പോ എനിക്കാ ടെൻഷൻ. എന്താവും എന്തോ. ഞാൻ എന്തെങ്കിലുമൊക്കെ ആവും. അതച്ഛനറിയാം. എന്റെ മക്കൾ എന്തെങ്കിലുമൊക്കെ ആവും. അപ്പോഴേ വയസ്സായ കാലത്ത് അച്ഛനെ നോക്കണം കേട്ടാ. അച്ഛൻ എന്തോന്ന് വെച്ചാ അച്ഛൻ ഓരോരുത്തരോട് പറയണ്ടല്ലോ അച്ഛനെ നോക്കണം മക്കളെ, അച്ഛനെ നോക്കണം. എന്തിനീ പറഞ്ഞുകൊണ്ട് നടക്കണം? എന്തിന്? ഡേയ് അതാണ് അച്ഛൻ. അച്ഛനെ ഒരു സാധാരണ മനുഷ്യനാണ്. പച്ചയായ മനുഷ്യൻ, പച്ചയായ മനുഷ്യനാണ്. അതെ, എല്ലാ മാതാപിതാക്കളും മക്കളെടുത്ത് പറയും, മക്കളെ പൈസ ആകുമ്പോൾ നമ്മളെ കാര്യം നോക്കണം, നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണം എന്ന് പറയും. ഇതൊന്നും അല്ല, മനസ്സിരിപ്പ് വേറെയാണ്. പൈസ കാലത്തെങ്ങാനും മക്കൾ നോക്കിയില്ലെങ്കിൽ കരച്ചിലായി വീഴ്ചയിലായി ഇഞ്ചിരടിയായി നേരെ അവസരമായിട്ട് ക്യാഷ് കൊടുക്കും, മക്കളെ അകത്തും ആവും. പക്ഷെ ഈ അച്ഛൻ അങ്ങനെയുള്ള അച്ഛനല്ല. ആദ്യമേ കൊണ്ട് കേസ് കൊടുക്കും. ആദ്യമേ കൊണ്ട് ക്യാഷൊന്നും കൊടുക്കൂല. അച്ഛൻ അങ്ങനെയുള്ള ആളല്ല കേട്ടാ. ഡേ നോക്കൂടെ പൈസ അച്ഛനെ നോക്കൂടെ? മക്കള് നോക്കുവോ? അച്ഛനെ നോക്കുന്ന കാര്യം പാടാ. കൊച്ചു പറഞ്ഞാണ് കറക്റ്റ്. കൊച്ചു ശരിക്കും സാധാരണ ഒരു മനുഷ്യനാ, പച്ചയായ മനുഷ്യൻ. ഉള്ള കാര്യം അങ്ങ് തുറന്നു പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ എനിക്കാടാ ടെൻഷൻ. എങ്ങാനും നിങ്ങളച്ഛൻ ഒരു 19 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാനും അപ്പോൾ ഉണ്ടെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും അന്നേരം? ദുരവസ്ഥ. സമയമായി അച്ഛാ. ഞാൻ എന്താ പറഞ്ഞു കേട്ടാ, പോയിട്ട് പോരാ. അല്ല ആരെ കാണാൻ പോണു? ആരെ കാണാൻ പോണെന്ന്? ആരെ കാണാൻ പോയി? അല്ല നീ നേരത്തെ പുറത്തു പോയപ്പോ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ ഒന്നും കൂടെ വേണമെങ്കിൽ കാണാലോ. എന്താ നീ ചേച്ചി പറയണത്? എന്റെ പേനയൊന്നും കാണാനില്ല, മൊത്തം ശിവ അടിച്ചോണ്ട് പോണ്. അപ്പൊ 2 മേടിക്കാൻ വേണ്ടി കട വരെ പോണ്. ഓ ഏത് കട? ഇവിടുത്തെ കടയാണോ അതോ ട്യൂഷൻ സെന്ററിൽ അവിടുത്തെ കടയാണോ? അല്ല അങ്ങനെയാണെങ്കിൽ അവൻ വരാൻ ലേറ്റ് ആവും. എന്താണ് അങ്ങനെയാണെങ്കിൽ ഞാൻ വരാൻ ലേറ്റ് ആവുന്നു? അല്ല ട്യൂഷൻ സെന്ററിന്റെ അടുത്തുള്ള കടയിൽ പോയി ഡിസ്റ്റൻസ് നല്ല ദൂരം ഉണ്ടല്ലോ ഇവിടെ നിന്ന് അവിടെ വരെ. എന്തുവാടേ പിന്നെ ലേറ്റ് ആവില്ല, വ്യത്യാസമില്ലേ ഡിസ്റ്റൻസ്? കളിക്കല്ലേ ഏട്ടാ 2 കൂടെ? പോടാ. പോയിട്ട് ഞാൻ തിരിച്ചു വരും. തിരിച്ച് നീ വരണം, മാവഴി മുങ്ങരുത്. അച്ഛന് നീയേ ഉള്ളൂ. അച്ഛാ വയസ്സാകാത്ത അച്ഛനെ നോക്കൂടാ. മക്കളെ നോക്കുവോ? അച്ഛാ നോക്കാ. ഈ കിടന്ന് ടെൻഷൻ അടിക്കണതിന് ആർക്കുട്ടി മക്കളെ നോക്കാം അച്ഛനെ. ഞാൻ നോക്കിക്കോളാം. എനിക്ക് ആ ഉറപ്പ് മതി.